നമസ്കാരം പ്രിയപ്പെട്ടവരെ, ലൈവ് എഞ്ചിനീയേഴ്സ് കണ്ണൂരിന്റെ പുതിയൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യും. ഇന്ന് നമുക്ക് കെട്ടിട നിർമ്മാണ ചട്ടം ഗ്രൂപ്പ് എഫിൽപ്പെട്ട കച്ചവട വാണിജ്യ കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങളെ പറ്റി. ഇനി ഗ്രൂപ്പ് എഫ് എന്ന് പറഞ്ഞ ആ ഗ്രൂപ്പിൽ ഏതൊക്കെ തരത്തിലുള്ള കച്ചവട വാണിജ്യ കെട്ടിടങ്ങൾ ഉൾപ്പെടും എന്നുള്ളതിനെ പറ്റി നമുക്ക് ആദ്യം നോക്കാം. മൊത്തമായും ചില്ലറയായും വിൽപ്പന നടത്തുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാവിധ കച്ചവട സ്ഥാപനങ്ങളും അവയുടെ ഭാഗങ്ങൾ, ബാങ്കുകൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, ബിസിനസ് ഹൗസുകൾ, റെസ്റ്റോറന്റുകൾ, ഡോക്ടർ, വക്കീൽ, ആർക്കിടെക്ട്, എഞ്ചിനീയർ, ഡെന്റിസ്റ്റുകൾ എന്നിവരുടെ തൊഴിൽ സ്ഥാപനങ്ങൾ, പത്തോളജിക്കൽ ലാബുകൾ, ടൈലർ ഷോപ്പ്, വീഡിയോ ഷോപ്പ്, ബാർബർ ഷോപ്പ്, ബ്യൂട്ടി പാർലർ, ന്യൂസ് സ്റ്റാൻഡ്, മിൽക്ക് ബൂത്ത്, 3 HP വരെയുള്ള മോട്ടോർ ഘടിപ്പിച്ച ശല്യമില്ലാത്ത തൊഴിൽശാലകൾ, പാർക്കിങ്ങിന് മാത്രമുള്ള കെട്ടിടങ്ങൾ, അതായത് പാർക്കിംഗ് പ്ലാസ. കൂടാതെ ഗ്രൂപ്പ് സി, ഡി, ഇ വിഭാഗത്തിലെ 200 ചതുരശ്ര മീറ്ററിൽ കുറഞ്ഞ വിസ്തീർണമുള്ള കെട്ടിടങ്ങളും എച്ച് വിഭാഗത്തിലെ 300 ചതുരശ്ര മീറ്ററിൽ കുറഞ്ഞ വിസ്തീർണമുള്ള കെട്ടിടങ്ങളും ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോ മനസ്സിലായല്ലോ ഏതൊക്കെ കെട്ടിടങ്ങളാണ് ഇതിന് ഉൾപ്പെടുന്നത് എന്നുള്ള കാര്യം. ഇനി ഇതിന്റെ റോഡിൽ നിന്നുള്ള അകലങ്ങൾ നമുക്ക് നോക്കാം. പൊതു റോഡുകളിൽ നിന്നുള്ള അകലം പരിശോധിക്കാം. ദേശീയപാത, സംസ്ഥാന പാത, ജില്ലാ റോഡുകൾ 1994 കേരള പഞ്ചായത്ത് രാജ് ആക്ട് സെക്ഷൻ 220 പ്രകാരം വിജ്ഞാപനം ചെയ്ത മറ്റ് റോഡുകൾ, 6 മീറ്ററിൽ കൂടുതൽ വീതിയുള്ള വിജ്ഞാപനം ചെയ്യാത്ത റോഡുകൾ എന്നിവയിൽ നിന്നും പാലിക്കേണ്ട കുറഞ്ഞ അകലം 3 മീറ്ററാണ്. പ്ലോട്ടും റോഡും വ്യത്യസ്ത വിധാനത്തിലുള്ള കെട്ടിടത്തിലേക്ക് റോഡിൽ നിന്നും വഴിയായി മേൽക്കൂരയില്ലാത്ത റാമ്പ്, പാലം, പടികൾ തുടങ്ങിയവ ഒരു നിലയിലേക്ക് മാത്രം ഈ 3 മീറ്ററിനുള്ളിൽ അനുവദനീയമാണ്. സൺഷെയ്ഡ്, റൂഫ് പ്രൊജക്ഷൻ എന്നിവ 75 സെന്റിമീറ്റർ വരെ അനുവദനീയമാണ്. 6 മീറ്ററിൽ താഴെ വീതിയുള്ള വിജ്ഞാപനം ചെയ്യാത്ത റോഡിൽ നിന്നും കെട്ടിടത്തിലേക്കുള്ള കുറഞ്ഞ അകലം 2 മീറ്റർ മതിയാവുന്നതാണ്. 75 മീറ്റർ നീളത്തിൽ കൂടാത്ത ഇടവഴികളിൽ നിന്നും കെട്ടിടത്തിലേക്കുള്ള കുറഞ്ഞ അകലം 1.5 മീറ്റർ മതിയാകും. പക്ഷെ കെട്ടിടത്തിന്റെ ഉയരം 7 മീറ്റർ വരെ മാത്രമേ അനുവദനീയമുള്ളൂ. ഇനി കെട്ടിടത്തിന്റെ ഉയരം എങ്ങനെയാണെന്നോ. സ്ഥലത്തിനോട് ചേർന്ന റോഡിന്റെ വീതിയുടെ ഇരട്ടിയും റോഡിന്റെ അതിരിൽ നിന്നും കെട്ടിടത്തിലേക്കുള്ള അകലത്തിന്റെ ഇരട്ടിയും ചേർന്നാൽ കിട്ടുന്ന അളവിനേക്കാൾ കൂടുതൽ ഉയരം കെട്ടിടത്തിന് ഉണ്ടാവാൻ പാടില്ല. റോഡിന്റെ അതിരിൽ നിന്നും 12 മീറ്റർ അകലം പാലിച്ചിട്ടുണ്ടെങ്കിൽ ഈ നിയമം ബാധകമല്ല. സെക്യൂരിറ്റി സോണിൽ വരുന്ന കെട്ടിടത്തിന് പരമാവധി ഉയരം 10 മീറ്ററോ ജില്ലാ കളക്ടർ നിർദ്ദേശിക്കുന്നതോ ഏതാണ് കുറവ് അത് പാലിച്ചിരിക്കണം. ഇനി ഓപ്പൺ സ്പേസ് എങ്ങനെയാണ് നോക്കാം. 10 മീറ്റർ വരെ ഉയരമുള്ള കെട്ടിടങ്ങൾക്ക് 200 ചതുരശ്ര മീറ്റർ വരെ ബിൽട്ടപ്പ് ഏരിയ ഉള്ള കെട്ടിടത്തിന് മുൻഭാഗം ശരാശരി 3 മീറ്റർ, കുറഞ്ഞത് 1 മീറ്റർ 80 സെന്റിമീറ്റർ മതിയാകും. പിൻഭാഗം ശരാശരി 1.5 മീറ്റർ, കുറഞ്ഞത് 1 മീറ്റർ. ഇനി പാർശ്വങ്ങൾ കുറഞ്ഞത് 1 മീറ്റർ വീതം. ശരാശരി കണക്കാക്കുന്നത് കെട്ടിടത്തിന്റെയും പ്ലോട്ടിന്റെയും ഇടയിലെ സ്ഥലത്തിന്റെ വിസ്തീർണം അടിസ്ഥാനമാക്കിയായിരിക്കണം. ഇനി വിസ്തീർണം 200 കൂടിയ കെട്ടിടങ്ങൾ മുൻഭാഗം 3 മീറ്റർ മതിയാകും, പിൻഭാഗം 1.5 മീറ്റർ, പാർശ്വങ്ങൾ 1 മീറ്റർ. 200 ചതുരശ്ര മീറ്റർ വരെയുള്ള കെട്ടിടങ്ങൾക്ക് മുൻഭാഗമല്ലാത്ത ഏതെങ്കിലും ഒരു ഭാഗം ജനലോ വാതിലോ വെന്റിലേറ്ററോ ഇല്ലെങ്കിൽ 50 സെന്റിമീറ്റർ അകലം പാലിച്ചാൽ മതിയാകും. അംഗീകൃത മാസ്റ്റർ പ്ലാനിലോ DTP സ്കീമിലോ വാണിജ്യ മേഖലയായി പ്രത്യേകം രേഖപ്പെടുത്തിയ സ്ഥലങ്ങളിൽ ഹൈറൈസ്ഡ് ഗണത്തിൽ വരാത്ത വാണിജ്യ കെട്ടിടങ്ങളുടെ പാർശ്വങ്ങൾ അതിരിനോട് ചേർന്ന് നിർമ്മിക്കാം. ഇതിന് ആ ഭാഗത്തെ സ്ഥല ഉടമയുടെ രേഖാമൂലമുള്ള അനുമതി ആവശ്യമാണ്. 7 മീറ്റർ വരെ ഉയരമുള്ള കെട്ടിടത്തിന് തൊട്ടടുത്ത സ്ഥല ഉടമയുടെ രേഖാമൂലമുള്ള സമ്മതമുണ്ടെങ്കിൽ പിൻഭാഗവും ഒരു പാർശ്വഭാഗവും അതിരിനോട് ചേർന്ന് നിർമ്മിക്കാം. ഒരു പ്ലോട്ടിലെ വിവിധ കെട്ടിടങ്ങൾ തമ്മിലുള്ള കുറഞ്ഞ അകലം 10 മീറ്റർ വരെ ഉയരമുള്ള കെട്ടിടത്തിന് 2 മീറ്റർ.
10 മീറ്റർ കൂടിയാൽ 3 മീറ്റർ ആവശ്യമാണ്. 10 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള കെട്ടിടത്തിന് ഓരോ 3 മീറ്റർ ഉയരത്തിനും 50 സെന്റിമീറ്റർ വീതം 4 വശങ്ങളിലെ തുറസായ സ്ഥലവും ഇന്റീരിയർ ഓപ്പൺ സ്പേസിന്റെ വീതിയും അധികരിപ്പിക്കണം. ഇത് ഭൂനിരപ്പിൽ നിന്ന് തന്നെ നൽകിയിരിക്കണം. പരമാവധി 16 മീറ്റർ തുറസായ സ്ഥലം മതിയാവും. കെട്ടിടത്തിന്റെ ഉൾഭാഗത്ത് മനുഷ്യാധിവാസ മുറികൾക്ക് വായുവും വെളിച്ചവും ലഭ്യമാക്കുന്നതിന് നൽകുന്ന തുറസായ സ്ഥലത്തിന്റെ, അതായത് ഇന്റീരിയർ ഓപ്പൺ സ്പേസ്, ചുരുങ്ങിയ വീതി 2 മീറ്റർ ആയിരിക്കണം. നിർബന്ധിതമായി നൽകേണ്ട തുറസായ സ്ഥലത്ത് ജനറേറ്റർ, AC പ്ലാന്റ്, റിക്രിയേഷൻ സ്ഥലം എന്നിവ നൽകാൻ പാടില്ല. റൂഫ് പ്രൊജക്ഷൻ, സൺഷെയ്ഡ് തുടങ്ങിയവ താഴെ പറയുന്ന പ്രകാരം അനുവദനീയമാണ്. തുറസായ സ്ഥലം 60 സെന്റിമീറ്ററിൽ കുറഞ്ഞാൽ പ്രൊജക്ഷൻ അനുവദനീയമല്ല. 60ഉം അതിൽ കൂടിയതും 30 സെന്റിമീറ്റർ പ്രൊജക്ഷൻ അനുവദനീയമാണ്. 1 മീറ്ററും അതിൽ കൂടിയതിനും 60 സെന്റിമീറ്റർ പ്രൊജക്ഷൻ അനുവദനീയമാണ്. 1.5 മീറ്ററും അതിൽ കൂടിയതിനും 75 സെന്റിമീറ്റർ പ്രൊജക്ഷൻ അനുവദനീയമാണ്. നിർബന്ധമായും ഒഴിച്ചിടേണ്ട സ്ഥലത്തിൽ കൂടുതൽ സ്ഥലം ലഭ്യമാവുകയാണെങ്കിൽ അതിനനുസരിച്ച് സൺഷെയ്ഡ്, റൂഫ് പ്രൊജക്ഷൻ അധികരിക്കപ്പെടാവുന്നതാണ്. എന്നാൽ ഈ സ്ഥലം ബാൽക്കണിയായോ വരാന്തയായോ മറ്റോ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ നിന്നാണ് ഓപ്പൺ സ്പേസ് കണക്കാക്കുക. മുകൾ നിലയിലേക്കോ താഴെ നിലയിലേക്കോ പ്രവേശനത്തിനായി മേൽക്കൂരയില്ലാത്ത സ്റ്റെയർ, റാമ്പ് എന്നിവ ഓപ്പൺ സ്പേസിൽ അനുവദനീയമാണ്. അതിൽ നിന്നും 60 സെന്റിമീറ്റർ അകലം പാലിച്ചിരിക്കണം എന്ന് മാത്രം. ഭൂനിരപ്പിന് താഴെയുള്ള നിലകൾക്ക് ഭൂനിരപ്പിന് മുകളിൽ 10 മീറ്റർ വരെ ഉയരമുള്ള കെട്ടിടത്തിന്റെ അതേ ഓപ്പൺ സ്പേസ് 4 വശവും നൽകിയിരിക്കണം. ഇനി കവറേജ്, അതായത് വ്യാപ്തി. കാറ്റഗറി 1 പഞ്ചായത്തിൽ പരമാവധി 65% വരെ, കാറ്റഗറി 2 പഞ്ചായത്തിൽ 60% വരെ. ഇനി തറ വിസ്തീർണ അനുപാതം, അതായത് FSI. കാറ്റഗറി 1 പഞ്ചായത്തിൽ 3 വരെയും അതിൽ കൂടുതലുള്ള ഓരോ ചതുരശ്ര മീറ്ററിനും 5000 രൂപ അധിക ഫീസ് അടച്ചാൽ 4 വരെ ആകാം. അത് തറ വിസ്തീർണ അനുപാതം കണക്കാക്കുന്നത് ടോട്ടൽ ഫ്ലോർ ഏരിയ ഡിവൈഡഡ് ബൈ പ്ലോട്ട് ഏരിയ, അങ്ങനെയാണ്. അപ്പോൾ 3 കിട്ടുന്നുണ്ടെങ്കിൽ മാക്സിമം 3 വരെ ആകാം. 3ൽ കൂടുതലായി പോയിട്ടുണ്ടെങ്കിൽ ആണ് ഈ 5000 രൂപ ഓരോ ചതുരശ്ര മീറ്ററിനും അടയ്ക്കേണ്ടി വരും. കാറ്റഗറി 2 പഞ്ചായത്തുകളിൽ പരമാവധി 2.75 വരെ മാത്രം. അതിൽ കൂടുതലുള്ള ഓരോ ചതുരശ്ര മീറ്ററിനും 5000 രൂപ അധികം ഫീസ് അടച്ചാൽ 3.5 വരെ ആകാം. റോഡ് വികസന രൂപരേഖയുള്ള സ്ഥലങ്ങളിൽ കവറേജ്, FSI എന്നിവ കണക്കാക്കുമ്പോൾ നിർദ്ദിഷ്ട റോഡ് വൈഡനിങ് ഏരിയ കുറയ്ക്കേണ്ടതില്ല. ഇനി പ്രവേശനത്തിനുള്ള വഴി, അതായത് ആക്സസ്. പ്ലോട്ടിലേക്കും അതിലെ കെട്ടിടത്തിലേക്കും ആവശ്യമായ വഴിയുടെ ചുരുങ്ങിയ വീതി ഫ്ലോർ ഏരിയയുടെ അടിസ്ഥാനത്തിൽ 300 ചതുരശ്ര മീറ്റർ വരെ 1.2 മീറ്റർ മതിയാവും. 300 മുതൽ 1000 ചതുരശ്ര മീറ്റർ വരെ 3 മീറ്റർ വേണം. 1000 മുതൽ 1500 ചതുരശ്ര മീറ്റർ വരെ 3.6 മീറ്റർ വേണം. 1500 മുതൽ 6000 ചതുരശ്ര മീറ്റർ വരെ 5 മീറ്റർ വേണം. 6000 മുതൽ 12000 ചതുരശ്ര മീറ്റർ വരെ 6 മീറ്റർ വേണം. 12000 മുതൽ 18000 ചതുരശ്ര മീറ്റർ വരെ 7 മീറ്റർ വേണം. 18000 മുകളിൽ 8 മീറ്റർ വേണം. പ്രധാന റോഡിൽ നിന്നും പ്ലോട്ടിലേക്കുള്ള റോഡിൽ ഇടയിൽ 1-2 ഭാഗങ്ങളിൽ ആവശ്യമായ വീതിയിൽ 20 സെന്റിമീറ്റർ വരെ കുറവ് വരികയാണെങ്കിലും അനുവദനീയമാണ്. ആകെ നീളത്തിന്റെ കാൽഭാഗമോ 25 മീറ്ററോ ഏതാണോ കുറവ് അത്രയും നീളത്തിൽ മാത്രം. ഇത് ഹൈറൈസ്ഡ് ബിൽഡിങ്ങിന് ബാധകമാവുന്നില്ല. ഇതാണ് പാർക്കിംഗ്. ആവശ്യമായ കെട്ടിടത്തിന് 3 മീറ്റർ വീതിയുള്ള ഗതാഗത യോഗ്യമായ വഴി ഉണ്ടായിരിക്കണം. ഒന്നിലധികം ഉപയോഗമുള്ള കെട്ടിടത്തിന് വഴിയുടെ വീതി അതിൽ ഏത് ഉപയോഗത്തിനാണോ കൂടുതൽ ആവശ്യമുള്ളത് അത് നൽകിയിരിക്കണം.
ഒന്നിലധികം കെട്ടിടങ്ങൾ ഒരു പ്ലോട്ടിൽ ഉള്ള അവസ്ഥയിൽ എല്ലാ കെട്ടിടത്തിന്റെയും കൂടി ആകെ വിസ്തീർണത്തെ ആധാരമാക്കി അതിൽ ഏത് ഗ്രൂപ്പ് ഉപയോഗത്തിനാണോ അധികം വഴിയുടെ വീതി ആവശ്യമുള്ളത് അത് നൽകിയിരിക്കണം. ആന്തരിക വഴി, അതായത് ഇന്റേണൽ ആക്സസ്. ആന്തരിക വഴിയിൽ നിന്നും കെട്ടിടത്തിലേക്ക് 2 മീറ്റർ അകലം പാലിക്കണം. പ്ലോട്ടിലെ ഗതാഗത യോഗ്യമായ വഴിയുടെ കുറഞ്ഞ ഉയരം 5 മീറ്റർ ആയിരിക്കണം. കടൽപ്പാതയല്ലാത്ത ജലഗതാഗത മാർഗങ്ങൾ വഴിയായി പരിഗണിക്കാവുന്നതാണ്. പാർക്കിംഗ്. ഒരു പാർക്കിങ്ങിന് ആവശ്യമായ സ്ഥലം 5.5 മീറ്റർ ഇൻറ്റു 2.7 മീറ്റർ. ഇരുചക്ര വാഹനങ്ങൾ 3 ചതുരശ്ര മീറ്ററും 1.5 ചതുരശ്ര മീറ്ററും. ഫ്ലോർ ഏരിയ അടിസ്ഥാനമാക്കിയാണ് പാർക്കിംഗ് കണക്കാക്കേണ്ടത്. 1200 ചതുരശ്ര മീറ്റർ വരെയുള്ള ഓരോ 90 ചതുരശ്ര മീറ്ററിനും ഒരു പാർക്കിംഗ്, 1200 അധികമുള്ള ഓരോ 60 ചതുരശ്ര മീറ്ററിനും ഒരു പാർക്കിംഗ് വേണം. ഒന്നിലധികം ഉപയോഗമുള്ള കെട്ടിടത്തിന് പാർക്കിംഗ് കണക്കാക്കേണ്ടത് ഓരോ വ്യത്യസ്ത ഉപയോഗത്തിനും അനുസരിച്ചായിരിക്കും. പാർക്കിംഗ് സ്ഥലം കൂടാതെ അതിലേക്ക് റോഡിൽ നിന്നും വഴിയും വാഹനം തിരിച്ചെടുക്കുന്നതിനും മറ്റുമുള്ള സൗകര്യങ്ങളും ഒരുക്കേണ്ടതാണ്. ഗതാഗത യോഗ്യമായ വഴിയുടെ ചുരുങ്ങിയ വീതി 3 മീറ്റർ ആയിരിക്കണം. വാഹനത്തിനായുള്ള റാമ്പിന്റെ ചുരുങ്ങിയ വീതി ഒരു ദിശയിലേക്കുള്ളതിന് 3.5 മീറ്ററും ഇരു ദിശയിലേക്കുമുള്ളതിന് 5.5 മീറ്ററും, വളവിൽ ഇത് യഥാക്രമം 4 മീറ്റർ 6 മീറ്റർ എന്നിങ്ങനെയും 25 എണ്ണത്തിൽ അധികം വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇരു ദിശയിലേക്കുമുള്ള റാമ്പ് ആവശ്യമാണ്. റാമ്പിന്റെ കുറഞ്ഞ ചെരിവ് 1 മീറ്റർ ഉയരത്തിന് 7 മീറ്റർ നീളം, അതായത് 1:7. നിരയായുള്ള പാർക്കിങ്ങിന്റെ ഇടനാഴിയുടെ കുറഞ്ഞ വീതി 4 മീറ്റർ ആയിരിക്കണം. റാമ്പിന്റെയും പാർക്കിംഗ് നിലകളുടെയും കുറഞ്ഞ ഉയരം 2.2 മീറ്റർ നിർബന്ധമാണ്. പാർക്കിംഗ് സ്ഥലം ആവശ്യമുള്ള കെട്ടിടത്തിന് കാർ പാർക്കിങ്ങിന്റെ 25% ഇരുചക്ര വാഹനങ്ങൾക്കായി ഒരുക്കണം. ഭാരം കയറ്റാനും ഇറക്കാനുമുള്ള സ്ഥലം. ഫ്ലോർ ഏരിയ 700 ചതുരശ്ര മീറ്ററിൽ കൂടിയ കെട്ടിടത്തിന് ഓരോ 1000 ചതുരശ്ര മീറ്ററിനും 1 വീതം, അതായത് 30 ചതുരശ്ര മീറ്റർ. കെട്ടിടത്തിന്റെ ഓരോ വശങ്ങളിലും നിയമാനുസൃതമായി ഒഴിച്ചിടേണ്ട തുറസായ സ്ഥലത്തിന്റെ 50% സ്ഥലം മാത്രമേ പാർക്കിങ്ങിന് ഉപയോഗിക്കാൻ പാടുള്ളൂ. ആവശ്യമായ കെട്ടിടത്തിന്റെ 50% വരെ യന്ത്രവൽകൃത പാർക്കിംഗ് ആകാവുന്നതാണ്. കുറഞ്ഞ ഉയരം 2 മീറ്റർ. യന്ത്രവൽകൃത പാർക്കിംഗ് സംവിധാനം കെട്ടിടത്തിനോട് ചേർന്ന് നിർമ്മിക്കാമെങ്കിലും അതിരിൽ നിന്ന് 1 മീറ്റർ അകലം പാലിച്ചിരിക്കണം. പാർക്കിംഗ് ആവശ്യമുള്ള കെട്ടിടത്തിന് ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കണം. നഗരാസൂത്രണ വിഭാഗത്തിൽ നിന്നും അനുമതി. ബിൽട്ടപ്പ് ഏരിയ 8000 ചതുരശ്ര മീറ്ററിൽ കൂടുതലുള്ള കെട്ടിടത്തിന് ജില്ലാ ടൗൺ പ്ലാനറുടെ അനുമതി ആവശ്യമാണ്. ഇതിനായി അപ്പൻഡിക്സ് A4-ൽ അപേക്ഷ നൽകേണ്ടതും 1 ചതുരശ്ര മീറ്ററിന് 2 രൂപ നിരക്കിൽ ട്രഷറിയിൽ ഫീസ് അടക്കേണ്ടതുമാണ്. റൂൾ 5-6-2. കെട്ടിട ഭാഗങ്ങൾ, അതായത് പാർട്ട് ഓഫ് ബിൽഡിംഗ്. റൂള് 32 മുതൽ 48 വരെ. മെസന്നൈൻ ഫ്ലോർ. റൂമിന്റെ 1/3 ഭാഗം മാത്രമേ മെസന്നൈൻ ഫ്ലോറായി ഉപയോഗിക്കാവൂ. ഉയരം ചുരുങ്ങിയത് 2.2 മീറ്റർ ആയിരിക്കും. മനുഷ്യാധിവാസ മുറിയുടെ കുറഞ്ഞ ഉയരം 3 മീറ്റർ. എയർ കണ്ടീഷൻ ആണെങ്കിൽ കുറഞ്ഞത് 2.4 മീറ്റർ മതിയാവും. ശുചീകരണ സൗകര്യം. ബാത്റൂമിന്റെ കുറഞ്ഞ വിസ്തീർണം 1.5 ചതുരശ്ര മീറ്ററും ഒരു വശം 1.1 മീറ്ററും ആയിരിക്കണം. കക്കൂസിന്റെ കുറഞ്ഞ വിസ്തീർണം 1.1 ചതുരശ്ര മീറ്ററും ഒരു വശം 1 മീറ്ററിൽ കുറയാനും പാടില്ല. ബാത്റൂം കക്കൂസും ഒരുമിച്ച് കുറഞ്ഞ വിസ്തീർണം 2.2 ചതുരശ്ര മീറ്ററും ഒരു വശം 1.1 മീറ്ററിൽ കുറയാനും പാടില്ല. ബാത്റൂമിന്റെയും കക്കൂസിന്റെയും കുറഞ്ഞ ഉയരം 2.2 മീറ്റർ ആയിരിക്കും. 50 ചതുരശ്ര മീറ്ററിൽ കൂടുതൽ ബിൽട്ടപ്പ് ഏരിയയുള്ള കെട്ടിടത്തിൽ ഒരു വാട്ടർ ക്ലോസറ്റ് എങ്കിലും ഉണ്ടായിരിക്കണം. ഇനി ആവശ്യമായ ശുചീകരണ സൗകര്യം. ഇതിനായി കെട്ടിടത്തിലെ ഉപയോഗക്കാരുടെ എണ്ണം കണക്കാക്കുന്നത് 5.9 ചതുരശ്ര മീറ്റർ ബിൽട്ടപ്പ് ഏരിയക്ക്
ഒരാൾ എന്ന നിലയിലായിരിക്കും. ഇങ്ങനെ ഏരിയ കണക്കാക്കുന്നതിന് കെട്ടിടത്തിനകത്തെ പാർക്കിംഗ് ഏരിയ ഒഴിവാക്കാവുന്നതാണ്. ആകെ എണ്ണത്തിന്റെ 1/3 സ്ത്രീകൾക്കായിരിക്കണം. ഇനി വാട്ടർ ക്ലോസറ്റ് 25 പുരുഷന്മാർക്ക് 1, 15 സ്ത്രീകൾക്ക് 1. യൂറിനൽ 25 ആളുകൾക്ക് 1. വാഷ് ബേസിൻ ഓരോ നിലയിലും കുറഞ്ഞത് 1 വീതം. കോണിപ്പടികൾ അതായത് സ്റ്റെയർകേസ്. കോണിപ്പടിയുടെ എണ്ണവും വീതിയും നിശ്ചയിക്കുന്നത് ഒക്കുപ്പന്റ് ലോഡ് അടിസ്ഥാനമാക്കിയാണ്. 2 കോണികൾ തമ്മിൽ 60 മീറ്ററിൽ കൂടുതൽ അകലം പാടില്ല. കോണിയുടെ ചുരുങ്ങിയ വീതി 1.2 മീറ്റർ ആയിരിക്കണം. ചവിട്ടുവരിയുടെ ചുരുങ്ങിയ വീതി 30 സെന്റിമീറ്ററും ചവിട്ടുവരിയുടെ കൂടിയ ഉയരം 15 സെന്റിമീറ്ററും കൈവരിയുടെ കുറഞ്ഞ ഉയരം 90 സെന്റിമീറ്ററും കുറഞ്ഞ ഹെഡ്റൂം 2.2 മീറ്ററും ആയിരിക്കണം. ബേസ്മെന്റ് ഫ്ലോറുകൾ ഉൾപ്പെടെ 3 നിലയിൽ കൂടിയ കെട്ടിടത്തിന് കുറഞ്ഞത് 2 കോണിപ്പടികൾ ആവശ്യമാണ്. ഇതിലൊന്ന് അഗ്നിസുരക്ഷാ കോണിപ്പടിയാകാം. എസ്കലേറ്റർ കോണിപ്പടിക്ക് പകരമാകാം. ചുരുങ്ങിയ വീതി 1 മീറ്റർ ആണ്. അഗ്നിസുരക്ഷാ കോണിപ്പടി അതായത് ഫയർ എസ്കേപ്പ് സ്റ്റെയർ. ഭൂനിരപ്പിന് മുകളിൽ 2 നിലകളിൽ കൂടുതലുള്ള കെട്ടിടത്തിന് അഗ്നിസുരക്ഷാ കോണിപ്പടി ആവശ്യമാണ്. എല്ലാ നിലകളിലെയും പൊതു ഏരിയയുമായി ബന്ധിക്കുന്നതായിരിക്കണം. ഏതെങ്കിലും ഒരു ഭാഗം പുറം ചുമരിൽ ആവുകയും പൊട്ടിക്കാവുന്നതോ തുറക്കാവുന്നതോ ആയ ഗ്ലാസ് ഘടിപ്പിക്കുകയും വേണം. കോണിയുടെ കുറഞ്ഞ വീതി 1 മീറ്റർ. ഒരു പടിയുടെ കുറഞ്ഞ വീതി 25 സെന്റിമീറ്റർ. ഒരു പടിയുടെ കൂടിയ ഉയരം 19 സെന്റിമീറ്റർ. ഒരു നിരയിൽ 16 പടികളിൽ കൂടാൻ പാടില്ല. കൈവരിയുടെ ഉയരം 1 മീറ്ററിനും 1.2 മീറ്ററിനും ഇടയിൽ ആയിരിക്കണം. കൈവരിയുടെ കാലുകൾ തമ്മിൽ അകലം 15 സെന്റിമീറ്ററിൽ കൂടരുത്. 10 മീറ്റർ വരെ ഉയരമുള്ള കെട്ടിടത്തിന് പിരിയം കോണി ആവാം. ഡയമീറ്റർ 1.5 മീറ്ററിൽ കുറയരുത്. പ്രധാന കോണിപ്പടിയുടെയും അഗ്നിസുരക്ഷാ കോണിപ്പടിയുടെയും പ്രവേശനം ഭിന്നമായിരിക്കേണ്ടതും അകലം പാലിക്കേണ്ടതുമാണ്. 3 നില വരെയുള്ള കെട്ടിടത്തിന്റെ പ്രധാന കോണിപ്പടി അഗ്നിസുരക്ഷാ കോണിയുടെ നിബന്ധനകൾ കൂടി പാലിക്കുന്നതാണെങ്കിൽ അഗ്നിസുരക്ഷയ്ക്കായി പ്രത്യേക കോണി ആവശ്യമില്ല. ഇനി റാമ്പുകളെ പറ്റിയിട്ട് പറയാം. കോണിപ്പടികൾക്ക് പകരമായുള്ള റാമ്പുകളുടെ ചെരിവ് 1:10 ആയിരിക്കണം. അത്യാഹിത നിർഗമന മാർഗത്തിലേക്കുള്ള ദൂരം 30 മീറ്ററിൽ അധികരിക്കാൻ പാടില്ല. മുകൾ നിലയിൽ നിന്നും കോണിപ്പടികളാണ് അത്യാഹിത നിർഗമന മാർഗങ്ങളായി പരിഗണിക്കുക. ലിഫ്റ്റും എസ്കലേറ്ററും പരിഗണിക്കുന്നതല്ല. നിർഗമന മാർഗത്തിന്റെ വീതി അതായത് എക്സിറ്റ് വിഡ്ത്ത്. നിർഗമന മാർഗത്തിന്റെ ശേഷി അളക്കുന്നതിന് 50 സെന്റിമീറ്റർ വീതി ഒരു യൂണിറ്റായി കണക്കാക്കുകയും 25 സെന്റിമീറ്റർ അർദ്ധ യൂണിറ്റായും 25 സെന്റിമീറ്റർ കുറഞ്ഞാൽ പരിഗണിക്കണം. കോണിപ്പടികൾ ഒരു യൂണിറ്റ് നിർഗമന വീതിയുടെ 50 ആളുകൾ ഒരു ഫ്ലൈറ്റിന്റെ വീതിയാണ് പരിഗണിക്കുക. വാതിൽ ഒരു യൂണിറ്റ് നിർഗമന വീതിയുടെ 75 ആളുകൾ. 4.5 ചതുരശ്ര മീറ്റർ ബിൽട്ടപ്പ് ഏരിയയ്ക്ക് കുറഞ്ഞത് ഒരാൾ എന്ന നിരക്കിൽ ഏതെങ്കിലും ഒരു നിലയിലെ ഉപയോഗക്കാരുടെ എണ്ണം കണക്കാക്കി ആണ് നിർഗമന വീതി തീരുമാനിക്കേണ്ടത്. ഇനി വാതിൽ അതായത് ഡോർവേസ്. നിർഗമന വാതിലുകളുടെ വീതി 1.2 മീറ്ററിൽ കുറയാൻ പാടില്ല. ഇടനാഴി, വരാന്ത, പാസേജ് ഇവയുടെ ചുരുങ്ങിയ വീതി 1 മീറ്റർ ആയിരിക്കണം. കോണിപ്പടിയിലേക്കുള്ള പാസേജ് കോണിയുടെ വീതിയിൽ കുറയരുത്. ലിഫ്റ്റ്, എസ്കലേറ്റർ. 4 നിലകളിൽ കൂടിയ കെട്ടിടത്തിന് ലിഫ്റ്റ് ആവശ്യമാണ്. പാർക്കിംഗ് ഒഴിവാക്കിയുള്ള 4000 ചതുരശ്ര മീറ്റർ ബിൽട്ടപ്പ് ഏരിയക്ക് ഒരു ലിഫ്റ്റ്, അതിലധികമുള്ള ഓരോ 2500 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിനും ഓരോ അധിക ലിഫ്റ്റും ആവശ്യമാണ്. അല്ലെങ്കിൽ NBC പ്രകാരമുള്ള ഡിസൈൻ കാൽക്കുലേഷനോട് കൺസൾട്ടന്റിന്റെ സർട്ടിഫിക്കറ്റ് സഹിതം ആവശ്യമായ ലിഫ്റ്റുകൾ നൽകിയാലും മതിയാവും. ഒന്നിലധികം ലിഫ്റ്റ് ആവശ്യമെങ്കിൽ 1 സ്ട്രെച്ചർ ബെഡ് ലിഫ്റ്റ് ആയിരിക്കണം. ഇനി വെളിച്ചം ലഭ്യമാകുന്ന ജനൽ വെന്റിലേറ്ററിൽ നിന്നും ഏറ്റവും കൂടിയ അകലം 7.5 മീറ്റർ ആയിരിക്കണം. സാധ്യമാവാത്ത പക്ഷം കൃത്രിമ മാർഗം അവലംബിക്കാവുന്നതാണ്.
ജനലോ വെന്റിലേറ്ററോ വരാന്തയിലേക്ക് തുറക്കുന്നതാണെങ്കിൽ ആ വരാന്തയുടെ വീതി 3 മീറ്ററിൽ കൂടരുത്. അത് കഴിഞ്ഞാൽ 3 മീറ്ററെങ്കിലും തുറസായ സ്ഥലമുണ്ടായിരിക്കണം. ഓപ്പൺ സ്പേസിൽ നിന്ന് വെന്റിലേഷൻ ലഭ്യമല്ലാത്ത ബാത്റൂം കക്കൂസുകൾക്ക് എയർ ഷാഫ്റ്റോ കേന്ദ്രീകൃത ശീതീകരണ സംവിധാനമോ മതിയാവും. ഷാഫ്റ്റിന്റെ കുറഞ്ഞ അളവ് 3 നില വരെ 1.8 ചതുരശ്ര മീറ്റർ, ഒരു വശം ചുരുങ്ങിയത് 90 സെന്റിമീറ്റർ. 6 നില വരെ 2.4 ചതുരശ്ര മീറ്റർ, ഒരു വശം ചുരുങ്ങിയത് 1.2 മീറ്റർ. 10 നില വരെ 3 ചതുരശ്ര മീറ്റർ, ഒരു വശം ചുരുങ്ങിയത് 1.5 മീറ്റർ. 10 നിലയിൽ കൂടുതൽ 5 ചതുരശ്ര മീറ്റർ, ഒരു വശം ചുരുങ്ങിയത് 2 മീറ്റർ ആയിരിക്കണം. ഇനി ഭിന്നശേഷിക്കാർ, മുതിർന്നവർ, കുട്ടികൾ തുടങ്ങിയവർക്കുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. പ്രധാന പ്രവേശന ഭാഗത്ത് റാമ്പ് ആവശ്യമാണ്. ബിൽട്ടപ്പ് ഏരിയ 1000 ചതുരശ്ര മീറ്ററിൽ കൂടുതലുള്ള കെട്ടിടത്തിന് ഓരോ നിലയിലേക്കും ലിഫ്റ്റ് അല്ലെങ്കിൽ റാമ്പ് ആവശ്യമാണ്. ലിഫ്റ്റിന്റെ ഉൾഭാഗത്ത് കുറഞ്ഞത് 110 സെന്റിമീറ്റർ വീതിയും 200 സെന്റിമീറ്റർ നീളം വേണം. വാതിൽ 90 സെന്റിമീറ്റർ ആയിരിക്കണം. ഇനി റാമ്പിന്റെ ചെരിവ് 1:12. റാമ്പിന്റെ വീതി 1.2 മീറ്റർ. കൈവരിയുടെ ഉയരം 80 സെന്റിമീറ്റർ. ഇനി ടോയ്ലറ്റ്. വാഷ് ബേസിൻ ഉൾപ്പെടെയുള്ള ഒരു ടോയ്ലറ്റ് ഗ്രൗണ്ട് ഫ്ലോറിലും ഓരോ 3 നില കൂടുമ്പോഴും സജ്ജീകരിക്കേണ്ടതാണ്. ടോയ്ലറ്റിന്റെ ചുരുങ്ങിയ അളവ് 1.5 മീറ്റർ ഇൻറ്റു 1.7 മീറ്റർ. വാതിലിന്റെ വീതി 90 സെന്റിമീറ്റർ. ചുരുങ്ങിയത് ഒരു പാർക്കിംഗ് എന്ന നിലയിൽ കെട്ടിടത്തിന് ആവശ്യമായ ആകെ പാർക്കിങ്ങിന്റെ 3% ഭിന്നശേഷിക്കാർക്കായി പ്രവേശനത്തിന്റെ 30 മീറ്ററിനുള്ളിലായി സംവിധാനിച്ചിരിക്കണം. പാർക്കിംഗ് സ്ഥലത്തിന്റെ വീതി 3.6 മീറ്റർ ആയിരിക്കണം. ഇനി മഴവെള്ള കൊയ്ത്ത്, അതായത് ഗ്രൗണ്ട് വാട്ടർ റീചാർജിംഗ് അറേഞ്ച്മെന്റ്സ്. പുതുതായി നിർമ്മിക്കുന്ന എല്ലാ കെട്ടിടങ്ങൾക്കും മേൽക്കൂരയിൽ നിന്നും ലഭിക്കുന്ന മഴവെള്ളം പോഷണക്കുഴിയിലൂടെയോ കിണറിലൂടെയോ കുളങ്ങളിലൂടെയോ പോഷിപ്പിക്കേണ്ടതാണ്. മഴവെള്ള സംഭരണം. പുതുതായി നിർമ്മിക്കുന്ന ഓരോ കെട്ടിടത്തിനും 1 ചതുരശ്ര മീറ്റർ കവേർഡ് ഏരിയക്ക് 25 ലിറ്റർ എന്ന അളവിൽ സംഭരണ ടാങ്ക് ഒരുക്കേണ്ടതാണ്. മാലിന്യ സംസ്കരണം. ബിൽട്ടപ്പ് ഏരിയ 100 ചതുരശ്ര മീറ്റർ കൂടിയ കെട്ടിടങ്ങൾക്ക് സെപ്റ്റി ടാങ്ക് നിർബന്ധമാണ്. ലീച്ച് പിറ്റ്, സോക്ക് പിറ്റ്, റെഫ്യൂസ് പിറ്റ്, സെപ്റ്റി ടാങ്ക് തുടങ്ങിയവ അതിരിൽ നിന്നും 1.2 മീറ്റർ അകലം പാലിച്ചിരിക്കേണ്ടതാണ്. ബിൽട്ടപ്പ് ഏരിയ 5000 ചതുരശ്ര മീറ്ററിൽ കൂടിയ കെട്ടിടത്തിന് ദ്രവമാലിന്യ സംസ്കരണ പ്ലാന്റും ഗാർഡനിങ്ങിനും മറ്റുമായുള്ള ജല പുനരുപയോഗ പുനഃചംക്രമണ സംവിധാനങ്ങളും സ്ഥാപിച്ചിരിക്കേണ്ടതാണ്. ഇനി ഉയരം കൂടിയ കെട്ടിടത്തിന് ഉള്ള നിയമങ്ങൾ, ഹൈറൈസ്ഡ് ബിൽഡിങ്ങിന്റെ നിയമങ്ങൾ നോക്കാം. ഉയരം 16 മീറ്ററിൽ കൂടിയതോ ബേസ്മെന്റ് ഫ്ലോർ ഉൾപ്പെടാതെ 5 ഫ്ലോറിൽ കൂടിയതോ ആയ കെട്ടിടങ്ങളാണ് ഇതിൽപ്പെടുന്നത്. അഗ്നി സുരക്ഷാ കോണി ഉൾപ്പെടെ കുറഞ്ഞത് 2 കോണിപ്പടികൾ ഉണ്ടായിരിക്കണം. കൈവരികൾ 90 സെന്റിമീറ്ററിൽ കുറയരുത്. കൈവരികളുടെ അഴികൾ തമ്മിലുള്ള അകലം 10 സെന്റിമീറ്ററിൽ കൂടരുത്. ബാൽക്കണിയിലെയും മറ്റും സുരക്ഷാ വരികളുടെയോ പാരപ്പറ്റിന്റെയും ഉയരം 1.2 മീറ്ററിൽ കുറയരുത്. വഴിയുടെ വീതി 5 മീറ്ററിൽ കുറയരുത്. റൂൾ 28 പറയുന്ന പ്രകാരം വിസ്തീർണത്തിനനുസരിച്ച് കൂടുതൽ ആവശ്യമെങ്കിൽ അത്രയും വീതി ഉണ്ടായിരിക്കണം. ഗതാഗത യോഗ്യമായ തുറസായ സ്ഥലം, അത് മോട്ടറബിൾ ഓപ്പൺ സ്പേസ്. വഴി റോഡിനോട് ചേർന്നുള്ള ഭാഗത്ത് 5 മീറ്റർ സ്ഥലം ആവശ്യമാണ്. അതിനോട് ചേർന്നുള്ള ഒരു പാർശ്വഭാഗത്തും 5 മീറ്ററിൽ കുറയാത്ത തുറസായ സ്ഥലം ആവശ്യമാണ്. ഈ സ്ഥലത്ത് പാർക്കിംഗ് അനുവദനീയമല്ല. സൺഷെയ്ഡ് റൂഫ് പ്രൊജക്ഷൻ 75 സെന്റിമീറ്റർ വരെ അനുവദിക്കും. കൂടാതെ ഫയർ എഞ്ചിൻ പോകുന്നതിന് തടസ്സമില്ലാത്ത രൂപത്തിൽ ബേസ്മെന്റ് ഫ്ലോറിലേക്ക് റാമ്പ് അനുവദിക്കും. ഒരു പ്ലോട്ടിലെ 2 കെട്ടിടങ്ങൾ തമ്മിലുള്ള കുറഞ്ഞ അകലം 5 മീറ്റർ. ഇത് 5 മീറ്റർ എന്ന് പറഞ്ഞാൽ ഇത് ഹൈറൈസ്ഡ് ബിൽഡിങ്ങിന്റെ കാര്യമാണ് പറയുന്നത്. ഓപ്പൺ ടെറസിലെ പാരപ്പറ്റുകൾക്ക് 1.2 മീറ്റർ ഉയരമുണ്ടായിരിക്കും. ഇനി സ്ട്രക്ചറൽ ഡിസൈൻ. നാഷണൽ ബിൽഡിംഗ് കോഡിന് വിധേയമായിക്കൊണ്ടുള്ള സ്ട്രക്ചറൽ ഡിസൈൻ തയ്യാറാക്കി അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. സേഫ്റ്റി പ്ലാൻ.
ലേബർ ഡിപ്പാർട്ട്മെന്റ് പ്രസിദ്ധീകരിച്ച സുരക്ഷാ മാനുവൽ പ്രകാരമുള്ള സേഫ്റ്റി പ്ലാൻ അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. ഒരു പ്ലോട്ടിലെ ആന്തരിക വഴി, അതായത് ഇന്റേണൽ റോഡിൽ നിന്നും കെട്ടിടത്തിലേക്ക് ചുരുങ്ങിയത് 3 മീറ്റർ അകലം പാലിച്ചിരിക്കണം. ഇനി NBC ഫയർ ആൻഡ് നോസി പറയാം. 15 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ളതോ 1000 ചതുരശ്ര മീറ്റർ ബിൽട്ടപ്പ് ഏരിയയിൽ കൂടുതലുള്ളതോ ആയ കെട്ടിടത്തിന് ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിൽ നിന്നും നിരാക്ഷേപ പത്രം ആവശ്യമാണ്. ബിൽട്ടപ്പ് ഏരിയ 300 ചതുരശ്ര മീറ്ററിൽ കൂടുതലും 1000-ൽ കുറവുമായുള്ള കെട്ടിടത്തിന് NBC 2016 പാർട്ട് 4 പ്രകാരമുള്ള അഗ്നിസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടെന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തുന്ന അപ്പൻഡിക്സ് L സാക്ഷ്യപത്രം പ്ലാൻ തയ്യാറാക്കുന്ന ലൈസൻസി ഒപ്പിട്ട് സമർപ്പിക്കേണ്ടതാണ്. പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടങ്ങൾക്ക് കണക്റ്റഡ് ലോഡ് 100 kW-ൽ കൂടുതലോ കണക്റ്റഡ് ഡിമാൻഡ് 120 kVA-ൽ കൂടുകയോ എയർ കണ്ടീഷൻ ഏരിയ 500 ചതുരശ്ര മീറ്ററിൽ കൂടുകയോ ചെയ്യുകയാണെങ്കിൽ കേരള സ്റ്റേറ്റ് എനർജി കൺസർവേഷൻ ബിൽഡിംഗ് കോഡ് അനുസരിച്ചാണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. നിർമ്മാണത്തിനായി 1.5 മീറ്ററിൽ കൂടുതൽ ആഴത്തിൽ മണ്ണ് ഖനനം ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഖനനത്തിന്റെ ആഴം എത്രയാണോ അത്രയും അകലം പ്ലോട്ടരികിൽ നിന്നും പാലിക്കണം. അല്ലാത്ത പക്ഷം റൂൾ 10 അനുസരിച്ച് അനുമതിക്കായി സാക്ഷ്യപത്രം സമർപ്പിക്കുകയും നിബന്ധനകൾ പാലിക്കുകയും താൽക്കാലികവും സ്ഥിരവുമായ സുരക്ഷാ ക്രമീകരണങ്ങൾ വിശദമാക്കുന്ന പ്ലാനുകളും സ്പെസിഫിക്കേഷനും സമർപ്പിക്കേണ്ടതുമാണ്. കിണറുകൾ, സെപ്റ്റിക് ടാങ്കുകൾ, റീചാർജ് കുഴികൾ, കോമ്പൗണ്ട് വാൾ, ഡ്രെയിനേജ് തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് ഇത് ബാധകമല്ല. ഇത്രയും നിയമങ്ങളാണ് ഗ്രൂപ്പ് F-ൽപ്പെട്ട വാണിജ്യ, അതായത് കമേഴ്സ്യൽ കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ പാലിക്കേണ്ടത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇനി അടുത്ത ഗ്രൂപ്പുമായിട്ട് അടുത്ത ദിവസം നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.